ഇന്നപ്പോൾ നമ്മൾ മേടിച്ചത് ആനചവിട്ടിയാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ ആനചവിട്ടി എന്നാണ് പറയുന്നത്. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഈ മീനിന്. CD പിന്നെന്താ അങ്ങനെ കുറേ പേരുകൾ കേട്ടോ. യൂട്യൂബ് തുറന്നപ്പോൾ തന്നെ കുറേ പേരുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആനചവിട്ടി നമുക്ക് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചേ കഴിക്കാനുള്ളെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറയെ പ്രോട്ടീനാണെന്ന് പറയുന്നു. അതായത് മക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ല മീനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആക്കി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചെറുതായിട്ട് 2 കഷ്ണമാക്കിയായിരുന്നു കേട്ടോ മീൻ. അതിലേക്ക് എല്ലാത്തിലേക്കും ഓരോന്നോരോന്നെടുത്ത് മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ. മസാലയൊക്കെ കുറച്ച് നേരം തേച്ച് വെക്കുകയാണെങ്കിൽ അതങ്ങ് പിടിച്ച് കഴിഞ്ഞിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ എന്ന് ഓർത്ത് എന്നിട്ട് വറുത്തെടുത്തു കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിലിട്ട് ആവുന്നതിനനുസരിച്ച് തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുത്തു കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മീനിൻ്റെ ഉള്ളിൽ കുട്ടി ഉണ്ടാവില്ലേ, അങ്ങനെ അതൊരു മറ്റേ ലവ് ഷേപ്പ് പോലെയായിരുന്നു കേട്ടോ. ഒറ്റ കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഒരു ലവ് ഷേപ്പ് പോലെ ഒരു കുട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കൊരു കൗതുകമായിരുന്നു സംഭവം കേട്ടോ. അപ്പം ഞാനങ്ങനെ മീനൊക്കെ വറുത്തെടുത്തു, അതിൻ്റെ കുട്ടിയും വറുത്തെടുത്തു കേട്ടോ. മീൻകുട്ടി വറുത്ത് കഴിഞ്ഞാൽ നല്ല രസമല്ലേ. മറ്റേ വെള്ള കളറുള്ള കുട്ടിയല്ലാതെ വേറെ മറ്റു മഞ്ഞ കളറുള്ള കുട്ടിയില്ലേ, അത് വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളേനേക്കാളും വെള്ള ഒരു റബ്ബർ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും വറുത്തെടുത്ത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. നമ്മൾ കുറേയൊക്കെ എടുത്താലും കുറച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വറുത്ത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് നേരം ഉപ്പും മുളകൊക്കെ തേച്ച് കുറച്ച് വെളുത്തുള്ളിയും ചതച്ചിട്ട് കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടെ കറിവേപ്പില ഇല്ലായിരുന്നു.